അതെ, ഒരു ഓട്ടം പോണം, നടക്കാ വരെ. അയ്യോ, കുഞ്ഞിന്റെ വായിൽ ചോര. ഏയ്, അത് ചോരയൊന്നുമല്ല, മിഠായിയുടെ കളറാ. ഇവൾക്ക് ആ മിഠായി തന്നെ കിട്ടണം, അല്ലെങ്കിൽ ബഹളാ. നല്ല ബെസ്റ്റ് അമ്മ. കയറ്. പണ്ടത്തെ പോലല്ല, ഇപ്പോ ഈ വക സാധനങ്ങളിലൊക്കെ മുഴുവനും മായമാണ്. നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന സമയം ഉണ്ണിനായരുടെ കടയിൽ നിന്ന് എന്തോരം മിഠായി വാങ്ങി കഴിച്ചിരിക്കുന്നു. കടിച്ചാൽ പൊട്ടിയും എള്ള് മിഠായിയും നാരങ്ങ മിഠായിയും പുളിയച്ചാറും. അന്നൊന്നും അത് കഴിച്ച് ആർക്കും അസുഖമൊന്നും വന്നിരുന്നില്ലല്ലോ. ഇല്ല. ആ, എന്താ കാരണം? അതിലൊന്നും മായമില്ലായിരുന്നു. അന്നത്തെ ആളുകൾക്ക് ഇത്ര കണ്ട് ലാഭക്കൊതിയും ഇല്ലായിരുന്നു. എന്റെ സുധി, ഏതിലാ മായം ഉള്ളത് ഏതിലാ മായം ഇല്ലാത്തതെന്നൊക്കെ നമ്മൾ എങ്ങനെ തിരിച്ചറിയും? അത് നേരെ. പക്ഷെ ഒരു കാര്യം ഓർക്കണം, വൃത്തിഹീനമായ സാഹചര്യത്തിൽ നിർമ്മിക്കുന്ന ടൺ കണക്കിന് മിഠായികളാണ് ദിവസവും നമ്മുടെ നാട്ടിൽ വിറ്റുപോകുന്നത്. അതിലെ കണ്ണിൽ കുത്തുന്ന നിറവും ഒടുക്കത്തെ മധുരവും കൊഴുപ്പുമൊക്കെ രാസവസ്തുക്കൾ ചേർത്താ ഉണ്ടാക്കുന്നത്. ഇറങ്ങിക്കോ, സ്ഥലമെത്തി. മോളെ, ആ മിഠായി കളഞ്ഞ്. അവരുടെ സംശയം ശരിയാണ്. മായമുള്ളതും മായമില്ലാത്തതും നമ്മൾ സാധാരണക്കാർ എങ്ങനെയാ തിരിച്ചറിയുക? അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ മാത്രം ഉണർന്ന് പ്രവർത്തിക്കുന്ന നമ്മുടെ സിസ്റ്റമാണ് മാറേണ്ടത്. ഭക്ഷ്യ സുരക്ഷാ വിഭാഗം പരിശോധനകൾ തുടർച്ചയായി ചെയ്യട്ടെ. ഇത്തരം വിഷമധുരങ്ങളിൽ നിന്ന് നമ്മുടെ കുരുന്നുകളെ രക്ഷിക്കട്ടെ. ഒപ്പം നമുക്കും എടുക്കാം വിവേകമുള്ള കരുതൽ. ലെറ്റ് us change.